ഓം ഭദ്രകാളിയേ നമഃ. എല്ലാവർക്കും അമ്മ ജ്യോതിഷത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പറയുന്നത് ശനിയുടെ നേർരേഖ സഞ്ചാരം ആരംഭിക്കുന്നത് മൂലം ഒരു 15 നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് ജീവിതത്തിലെ ഭാഗ്യകാലം ആ ഒരു സമയത്തിൻ്റെ ആരംഭമാണ്. കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട്, അതായത് ജൂലൈ 13 മുതൽ ശനി വക്രഗതിയിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ്. ഇപ്പോൾ ശനിയുടെ വക്രഗതി വിട്ടുമാറുന്നത് നവംബർ മാസത്തിലാണ്. നവംബർ മാസം 28-ാം തീയതിയാണ് ആ വക്രഗതിക്ക് മാറ്റമുണ്ടായി ശനിയുടെ നേർരേഖ സഞ്ചാരം ആരംഭിക്കുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇത്രയും ദിവസം മുൻപ് ഇങ്ങനൊരു വീഡിയോ ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ, ഈ ഒരു ശനിയുടെ വക്രഗതി കാലഘട്ടം ഒരു 5 രാശികളിൽ വരുന്ന 15 നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് വളരെയധികം ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളുമൊക്കെ നൽകിയിട്ടുണ്ട്. അപ്പോൾ അതിനൊക്കെ നിങ്ങൾക്ക് ഒരു നല്ല മാറ്റം സംഭവിക്കാൻ പോകുന്നു. കാരണം ശനി വക്രഗതിയിൽ സഞ്ചരിക്കുമ്പോൾ ആ ശനിയുടെ ഇതായിട്ടുള്ള ആ ഒരു നല്ല ഗുണഫലങ്ങൾ, നന്മകളൊക്കെ ലഭിക്കുന്നതിന് ഒരുപാട് തടസ്സങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടാകും. ആ കാലഘട്ടങ്ങളിൽ അപ്രതീക്ഷിതമായ ചില പ്രയാസങ്ങളോ പ്രതിസന്ധികളോ ഈ പറഞ്ഞ രാശികളിൽ ജനിച്ച വ്യക്തികൾക്ക് അനുഭവത്തിൽ വന്നിരിക്കാം. എന്നാൽ അത് സ്ഥിരമല്ല. നിങ്ങൾക്കതൊക്കെ വിട്ടുമാറി ശനിയുടെ വക്രഗതി ആരംഭിക്കുന്ന നവംബർ മാസം മുതൽ നിങ്ങൾക്ക് അപ്രതീക്ഷിത യോഗഫലങ്ങൾ, ഗുണഫലങ്ങളൊക്കെ ശനി നൽകും. കാരണം ശനി പൂർണ്ണ ബലവാനായിട്ട് ആ വക്രഗതി വിട്ടുമാറി നേർരേഖയിൽ സഞ്ചരിക്കുന്ന ഒരു സമയമാണ്. ഈ ഒരു സമയത്ത് ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ഈ പറഞ്ഞ 15 നക്ഷത്രങ്ങൾ ജനിച്ച വ്യക്തികൾ, നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇപ്പോൾ ശനി മഹാദശയാണോ നിങ്ങളുടെ ജനന ജാതകപ്രകാരം നടക്കുന്നത്, അതല്ലെങ്കിൽ മറ്റേതെങ്കിലും ഗ്രഹത്തിൻ്റെ ദശയിൽ ശനിയുടെ അപഹാരം നടക്കുന്നുണ്ടോ, ശനി നിങ്ങളുടെ ജാതകവശാൽ ശുഭനാണോ പാപനാണോ എന്നൊക്കെ മനസ്സിലാക്കുക. എല്ലാ അമ്മൻ ജ്യോതിഷത്തിൻ്റെ വീഡിയോയിലും പ്രത്യേകം എടുത്തു പറയുന്നതാണ് അവരവരുടെ സ്വന്തം ജനന ജാതകം കൂടെ പരിശോധിച്ച് മുന്നോട്ട് പോകണമെന്നുള്ളത്. കാരണം നമ്മൾ രാശിക്ക് ഒരു ഫലം പറയുമ്പോൾ അത് എത്ര വലിയ ഗുണഫലമായാലും അതുപോലെ ദോഷഫലമായാലും ആ ഒരു രാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ ജനിച്ച എല്ലാവർക്കും ആ ഒരു ഗുണവും ദോഷവും ഒരുപോലെ അനുഭവത്തിൽ വരണമെന്നില്ല. ചിലർക്ക് ആ പറയുന്ന ഗുണഫലങ്ങൾ പൂർണ്ണമായ അനുഭവത്തിൽ വരും, ചിലർക്ക് ഗുണഫലങ്ങൾ ലഭിക്കുന്നതിൽ അല്പം കുറവ് അനുഭവപ്പെടും. അതുപോലെ തന്നെയാണ് ദോഷഫലങ്ങളും എല്ലാവർക്കും ഒരുപോലെ അനുഭവത്തിൽ വരണമെന്നില്ല. അപ്പോൾ ഇതിനൊക്കെ അടിസ്ഥാന കാരണം അവരവരുടെ ജനന ജാതകമാണെന്ന് ഓരോരുത്തരും മനസ്സിലാക്കുക. അതിനാൽ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ അവരവരുടെ ജനന ജാതകം കൂടെ പരിശോധിച്ച് മുന്നോട്ട് പോകുന്നത് ഏറ്റവും ഉത്തമമാണ്. ശനിയുടെ വക്രഗതി വിട്ടുമാറി ശനി നേർരേഖയിൽ സഞ്ചരിക്കുന്ന കാലം നവംബർ മാസം 28-ാം തീയതി മുതൽ ആരംഭിക്കും. പിന്നീട് അങ്ങോട്ട് ഇവിടെ പറയുന്ന ഈ രാശികളിൽ ജനിച്ച നക്ഷത്രക്കാർക്ക് ജീവിതത്തിലെ ഏറ്റവും നല്ല ഭാഗ്യകാലം, യോഗഫലങ്ങൾ ലഭിക്കുന്ന ഒരു സമയമാണ്. അതിലാദ്യം നമുക്ക് ഇടവം രാശിയിൽ വരുന്ന കാർത്തിക, രോഹിണി, മകയിരം നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് ജീവിതത്തിലെ ഏറ്റവും ഉത്തമമായ ഒരു കാലഘട്ടത്തിൻ്റെ ആരംഭമാണ്. ഇടവം രാശിക്കാരെ സംബന്ധിച്ച് ശനി നിങ്ങൾക്ക് ഏറ്റവും ഉത്തമമായിട്ടുള്ള സർവാഭീഷ്ട സ്ഥാനമായ 11-ാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന കാലമാണ്. ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി ശനി വക്രഗതിയിലായതിനാൽ ശനിയിൽ നിന്ന് നിങ്ങൾക്ക് ആ ഗുണഫലങ്ങളൊന്നും ലഭിച്ചു കാണില്ല. ഇനി മുന്നോട്ടുള്ള സമയം നിങ്ങൾക്ക് ശനി നേർരേഖയിൽ സഞ്ചരിക്കുമ്പോൾ ആ ശനിയുടേതായിട്ടുള്ള എല്ലാ ഗുണഫലങ്ങളും നന്മകളും ലഭിക്കും. ഇടവം രാശിക്കാരെ സംബന്ധിച്ച് ശനി വഹിക്കുന്ന കാരകത്വം എന്ന് പറയുന്നത്, ശനി നിങ്ങൾക്ക് ഭാഗ്യത്തിൻ്റെ കാരകത്വം വഹിക്കുന്ന ഗ്രഹവും അതുപോലെ തന്നെ നിങ്ങളുടെ ജോലി, നിങ്ങളുടെ കർമ്മം എന്താണോ അതിൻ്റെ കാരകത്വം, ആധിപത്യം വഹിക്കുന്ന ഗ്രഹവുമാണ്. ഇപ്പോൾ ഇടവം രാശിക്കാരെ സംബന്ധിച്ച് ആദ്യം നിങ്ങൾക്ക് അനുഭവത്തിൽ വരുന്നത് നിങ്ങളുടെ കർമ്മസംബന്ധമായ തടസ്സങ്ങൾ, പ്രയാസങ്ങൾ വിട്ടുമാറുമെന്നാണ്. ഒരു ജോലി ഇല്ലാതെ മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് നവംബർ മാസം മുതൽ നിങ്ങളുടെ ആഗ്രഹങ്ങൾക്കും കഴിവിനും അനുസരിച്ച് നല്ലൊരു ജോലി ലഭിക്കുന്ന സമയം. അതുപോലെ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിയിൽ കുറേ കാലങ്ങളായിട്ടില്ലാതിരുന്ന ഒരു ഉയർച്ച, ഒരു നന്മകൾ ഒക്കെ നിങ്ങൾക്ക് ലഭിക്കും. നിങ്ങൾ ആഗ്രഹിച്ചിരുന്ന ഒരു പദവി മാറ്റമോ പദവി ഉയർച്ചയോ അല്ലെങ്കിൽ മറ്റൊരിടത്തേക്കുള്ളൊരു ട്രാൻസ്ഫർ, ഒരു സ്ഥലം മാറ്റമൊക്കെ ആഗ്രഹിച്ച വ്യക്തിയാണെങ്കിൽ അതൊക്കെ നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളിലേക്ക് വന്നു ചേരുന്ന ഒരു കാലഘട്ടത്തിൻ്റെ ആരംഭമാണ്. നിങ്ങൾ ചെയ്യുന്ന ജോലിയിൽ നിങ്ങൾക്ക് ഏറ്റവും ഉന്നതിയിൽ ഉയർച്ചയിലെത്തുവാനും അതുമൂലം ധാരാളം ധനവരവ് ലഭിക്കുന്ന, പണം സംബന്ധമായിട്ട് ഒരുപാട് മുന്നേറ്റം ലഭിക്കുന്ന ഒരു സമയത്തിൻ്റെ ആരംഭവുമാണ്. ഇടവം രാശിയിൽപ്പെട്ട വ്യക്തികൾ ആരൊക്കെയാണോ സ്വന്തമായൊരു തൊഴിൽ, അത് ചെറുതാണെങ്കിലോ വലുതാണെങ്കിലോ ഒരു തൊഴിൽ, ഒരു ബിസിനസ്സൊക്കെ ചെയ്യുന്നവർ, അതിലൊക്കെ ഉണ്ടായിരുന്ന തടസ്സങ്ങൾ, പ്രയാസങ്ങൾ, കഷ്ടനഷ്ടങ്ങൾ വിട്ടുമാറി
നിങ്ങൾക്ക് നിങ്ങളുടെ ബിസിനസ്സിൽ, നിങ്ങളുടെ ആ തൊഴിലിൽ അപ്രതീക്ഷിതമായ ഉയർച്ച, വരുമാനത്തിൽ മുന്നേറ്റം, അങ്ങനെ ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ സംഭവിക്കുന്ന സമയം. അതുപോലെ തന്നെ നിങ്ങളിൽ പലർക്കും ഈ ഒരു സമയത്ത് സ്വന്തമായിട്ടൊരു പുതിയ തൊഴിൽ, ബിസിനസ്സൊക്കെ ആരംഭിക്കുവാൻ പറ്റുന്ന തരത്തിൽ, അതുപോലെ പാർട്ട്ണർഷിപ്പ് രീതിയിലൊക്കെ ഒരു ബിസിനസ്സൊക്കെ ആരംഭിക്കുവാൻ പറ്റുന്ന ഏറ്റവും ഉത്തമമായിട്ടുള്ളൊരു സമയമാണ്. ഒരു രാജ്യത്ത് നിന്ന് മറ്റൊരു രാജ്യത്തേക്ക് ഒരു ജോലി മാറ്റത്തിന് ആഗ്രഹിക്കുന്ന വ്യക്തികൾ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സ്ഥാപനത്തിൽ നിന്ന് മറ്റൊരിടത്തേക്കൊരു മാറ്റം ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ അതിനൊക്കെ ധൈര്യമായി മുന്നിട്ടിറങ്ങാം. അതൊക്കെ നിങ്ങൾക്ക് സാധിക്കുന്ന സമയം. അതുപോലെ വിദേശ ജോലിക്കൊക്കെ ആഗ്രഹിക്കുന്നവർക്കും അതൊക്കെ അനുഭവത്തിൽ വരുന്ന ഏറ്റവും നല്ല കാലഘട്ടത്തിൻ്റെ ആരംഭമാണ്. ശനി നിങ്ങൾക്ക് ഭാഗ്യാധിപതിയാണ്. ഭാഗ്യം ഓരോ വ്യക്തികളെയും സംബന്ധിച്ചും ഓരോ തരത്തിലായിരിക്കും അനുഭവത്തിൽ വരിക. ചിലർക്ക് ആഗ്രഹിച്ച ജോലി ലഭിക്കുന്നത് മൂലമാകാം, ചിലർക്ക് അപ്രതീക്ഷിതമായിട്ട് ഒരു സാമ്പത്തികപരമായിട്ടുള്ള ഉയർച്ച, നന്മകൾ വന്നു ചേരുന്നത് മൂലം ആരോഗ്യപരമായ പ്രതിസന്ധികളിൽ നിന്നുള്ളൊരു മാറ്റം, അങ്ങനെ പലതരത്തിലാണ് ഈ ഒരു ഗുണഫലങ്ങൾ അനുഭവത്തിൽ വരിക. നിങ്ങളെ സംബന്ധിച്ച് 11ാം ഭാവത്തിൽ ശനി സർവാഭീഷ്ട സ്ഥാനത്ത് സഞ്ചരിക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിലുള്ള എല്ലാ തടസ്സങ്ങളും, പ്രയാസങ്ങളും, പ്രതിസന്ധികളും പൂർണ്ണമായിട്ട് വിട്ടുമാറും. ഈ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ നിങ്ങളുടെ കൈകളിലേക്ക് വന്നിരുന്ന പണം പലരെയും സംബന്ധിച്ചും അതൊരു പ്രയോജനമുള്ള കാര്യങ്ങൾക്ക് ചിലവഴിക്കാൻ പറ്റാത്ത ഒരു അനുഭവം. അതായത് കൈകളിലേക്ക് ഒരു 10 രൂപ നമ്മുടെ കൈകളിൽ വന്നാൽ അതിൻ്റെ ഇരട്ടിയൊക്കെ ചിലവായി പോകുന്ന ഒരു സാഹചര്യം. ചെറുതാണെങ്കിൽ പോലും ഒരു സമ്പാദ്യമാക്കി മാറ്റാനോ നമുക്ക് ഉപയോഗപ്രദമാകുന്ന കാര്യങ്ങൾക്കോ ഒക്കെ ഉള്ള ഒരു തടസ്സമായിരുന്നു കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് നിങ്ങൾ അനുഭവിച്ചു വന്നിരുന്നത്. അതൊക്കെ പൂർണ്ണമായിട്ട് വിട്ടുമാറും. നിങ്ങളുടെ കൈകളിലേക്ക് വരുന്ന പണം ശുഭകരമായിട്ടുള്ള നല്ല നല്ല കാര്യങ്ങൾക്ക് ചിലവഴിക്കാൻ സാധിക്കും. ചെറുതാണെങ്കിലും ഒരു സമ്പാദ്യം വന്നു ചേരും. നിങ്ങളുടെ മനസ്സിലെ പല ആഗ്രഹങ്ങളും സാക്ഷാത്കരിക്കപ്പെടുന്ന ഒരു സമയമായിരിക്കും ഇത്. നിങ്ങളെ സംബന്ധിച്ച് പലർക്കും ഈ ഒരു സമയത്ത് വണ്ടിവാഹന യോഗങ്ങൾ വന്നു ചേരുന്ന ഒരു കാലമാണ്. മുടങ്ങിക്കിടന്നിരുന്ന പല കാര്യങ്ങളും പുനരാരംഭിച്ച് പൂർത്തീകരിക്കുവാൻ സാധിക്കും. ഈ കഴിഞ്ഞ സമയങ്ങളിൽ ഇടവം രാശിയിൽപ്പെട്ട വ്യക്തികളിൽ ആരെങ്കിലും ഒരു ഗൃഹനിർമ്മാണത്തിന് ഒക്കെ ഇറങ്ങിത്തിരിച്ച് അത് പൂർത്തീകരിക്കാൻ സാധിക്കാതെ എന്തെങ്കിലും തടസ്സങ്ങൾ കൊണ്ടൊക്കെ പകുതി വഴിയിൽ മുടങ്ങി നിൽക്കുന്നു എന്നുണ്ടെങ്കിൽ അവർക്കതൊക്കെ പുനരാരംഭിച്ച് പൂർത്തീകരിക്കുവാനുള്ള യോഗവും ഭാഗ്യവും ഒക്കെ ലഭിക്കുന്ന ഒരു സമയവുമാണ്. പലതരത്തിലാണ് ഈ ഒരു സമയം നിങ്ങളുടെ ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കപ്പെടുന്നത്. ഇടവം രാശിയിൽപ്പെട്ട ഓരോ വ്യക്തികളെയും സംബന്ധിച്ച് ജീവിതത്തിൽ പലതരത്തിലുള്ള ആഗ്രഹങ്ങളിൽ കൂടെ മുന്നോട്ട് പോകുന്നവരായിരിക്കും. ആ ആഗ്രഹങ്ങളൊക്കെ സാക്ഷാത്കരിക്കപ്പെടുന്ന സമയം, അതിനുള്ള വഴികൾ, അവർ ഈശ്വരാനുഗ്രഹം നിങ്ങളുടെ മുന്നിൽ തുറന്നു കിട്ടുന്ന സമയമാണ്. ശനി എന്ന് പറയുന്നത് തന്നെ നിങ്ങൾക്ക് ഏറ്റവും അത്യുത്തമനായിട്ടുള്ള ഒരു ഗ്രഹമാണ്. ശനി നേർരേഖയിൽ പൂർണ്ണ ബലവാനായിട്ട് സഞ്ചരിക്കുന്ന 11ാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന സമയം ജീവിതത്തിൽ അപ്രതീക്ഷിതമായ ഒരുപാട് നന്മകൾ, നേട്ടങ്ങൾ വന്നു ചേരും. ശനി നൽകുന്നതൊന്നും ശനി തിരിച്ചെടുക്കില്ല എന്നുള്ളതാണ്. ഈ ഒരു കാലഘട്ടത്തിൽ ഇടവം രാശിയിൽപ്പെട്ട ഓരോ വ്യക്തികളെയും സംബന്ധിച്ച് നിങ്ങളുടെ ജീവിതത്തിൽ ഏറെ കാലങ്ങളായി അനുഭവിച്ചു വന്നുകൊണ്ടിരിക്കുന്ന പലതരത്തിലുള്ള ദുഃഖദുരിതങ്ങളും കഷ്ടതകളും ഒക്കെ പൂർണ്ണമായി വിട്ടുമാറി ജീവിതത്തിലൊരു സമാധാനം, സന്തോഷം, സുഖം ഒക്കെ ലഭിക്കുന്ന തരത്തിൽ നല്ല നല്ല ഗുണാനുഭവങ്ങൾ വന്നു ചേരുകയും അപ്രതീക്ഷിതമായ നേട്ടങ്ങൾ, ഭാഗ്യാനുഭവങ്ങളൊക്കെ നിങ്ങൾക്ക് ലഭിക്കുകയും ചെയ്യും. ഈ ഒരു സമയം ഞാൻ ആദ്യം പറഞ്ഞ പ്രകാരം ആഗ്രഹിക്കുന്നുവെങ്കിൽ അവരവരുടെ ആ ജനന ജാതകം കൂടെ നിങ്ങൾ പരിശോധിച്ച് മുന്നോട്ട് പോകുന്നത് ഉത്തമമാണ്. ആദിപരാശക്തിയായ അമ്മയുടെ അനുഗ്രഹത്താൽ ഇടവം രാശിയിൽപ്പെട്ട നിങ്ങൾക്കെല്ലാവർക്കും ശനി നേർരേഖയിൽ സഞ്ചരിക്കുന്ന കാലം ആരംഭിക്കുന്നത് മുതൽ എല്ലാവിധത്തിലുള്ള ഐശ്വര്യങ്ങളും ഓരോരുത്തരുടെയും ജീവിതത്തിൽ ലഭിക്കുമാറാകട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു. നന്ദി. ഓം ഭദ്രകാളിയേ നമഃ. അടുത്തതായി കർക്കിടകം രാശിയിൽ വരുന്ന ഉണർദം, പൂയം, ആയില്യം നക്ഷത്രത്തിൽ ജനിച്ച വ്യക്തികൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു നല്ല സമയത്തിൻ്റെ ആരംഭമാണ്. ശനി കഴിഞ്ഞ കുറച്ച് നാളുകളായി വക്രഗതിയിൽ സഞ്ചരിച്ച ഒരു സമയമായതുകൊണ്ട് കർക്കിടകം രാശിയിൽപ്പെട്ട പലർക്കും ആ ഒരു ഗുണഫലങ്ങൾ ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് പരമമായ സത്യം. ശനി നിങ്ങൾക്ക് ഭാഗ്യസ്ഥാനത്ത് സഞ്ചരിക്കുന്ന കാലഘട്ടം. മീനം രാശി എന്ന് പറയുമ്പോൾ അത് വ്യാഴത്തിൻ്റെ രാശിയാണ്. കർക്കിടകം രാശിക്കാരെ സംബന്ധിച്ച് വ്യാഴമെന്ന് പറയുന്ന ഗ്രഹം തന്നെ ഭാഗ്യാധിപതിയാണ്. ഭാഗ്യാധിപതിയുടെ രാശിയിലാണ് ശനി നിങ്ങൾക്ക് സഞ്ചരിക്കുന്നത്. അത് നിങ്ങൾക്ക് ഭാഗ്യസ്ഥാനമായ 9ാം ഭാവമായിട്ട് വന്നു ചേരുകയും ചെയ്യുന്നു. ഈ ഒരു സമയം ശനി വക്രഗതി പിന്നിട്ട്
നേർരേഖയിൽ സഞ്ചരിക്കുന്ന കാലം ആരംഭിക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ അപ്രതീക്ഷിതമായിട്ടുള്ള മാറ്റങ്ങൾ, ഗുണഫലങ്ങളാണ് വന്നു ചേരുന്നത്. കർക്കിടകം രാശിയിൽ ജനിച്ച പുണർദം, പൂയം, ആയില്യം നക്ഷത്രത്തിൽ ജനിച്ച പലർക്കും ശനി ഈ വക്രഗതിയിൽ സഞ്ചരിച്ച കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് തീരെ പ്രതീക്ഷിക്കാത്ത, നമ്മൾ പറയാറില്ലേ, സ്വപ്നത്തിൽ പോലും കരുതിയില്ല, അല്ലെങ്കിൽ പെട്ടെന്ന് എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ സംഭവിക്കുമെന്ന് കരുതിയില്ല എന്ന് പറയുന്നത് പോലെയുള്ള നെഗറ്റീവായിട്ടുള്ള പല അനുഭവങ്ങളും കർക്കിടകം രാശിയിൽപ്പെട്ട പല വ്യക്തികൾക്കും അനുഭവത്തിൽ വന്നിട്ടുണ്ട്. ചിലരെ സംബന്ധിച്ച് അപ്രതീക്ഷിതമായൊരു വണ്ടി വാഹനങ്ങളിൽ നിന്ന് എന്തെങ്കിലും ചെറിയ അപകടങ്ങളോ മറ്റു കാര്യങ്ങളോ ഉണ്ടായിട്ടുള്ളവരുണ്ട്. അതുപോലെ സാമ്പത്തികപരമായി പെട്ടെന്ന് ഒരു ബുദ്ധിമുട്ട്, പ്രയാസങ്ങൾ, കടബാധ്യതകളൊക്കെ അനുഭവത്തിൽ വന്നവരുണ്ട്. അങ്ങനെ പലതരത്തിൽ നമ്മൾ തീരെ പ്രതീക്ഷിക്കാത്ത ബുദ്ധിമുട്ടുകൾ, ചിലരെ സംബന്ധിച്ച് അപ്രതീക്ഷിതമായ ജോലി നഷ്ടപ്പെട്ടു, വരുമാനം നഷ്ടപ്പെട്ട അനുഭവം, ഇങ്ങനെ പലതരത്തിലുള്ള അനുഭവങ്ങളിൽ കൂടെയാണ് കർക്കിടകം രാശിയിൽപ്പെട്ട പലരും കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. വിവാഹത്തിൻ്റെയൊക്കെ കാര്യങ്ങൾ ഇറങ്ങിത്തിരിക്കുമ്പോൾ എല്ലാ കാര്യങ്ങളും ശരിയായി, പക്ഷേ അവസാന നിമിഷം എന്തെങ്കിലും ഒരു കാര്യകാരണങ്ങൾ കൊണ്ട് വിവാഹമൊക്കെ മുടങ്ങിപ്പോകുന്ന അനുഭവം പലർക്കും ഉണ്ടായിട്ടുണ്ട്. ദാമ്പത്യ കുടുംബജീവിതത്തിലാണെങ്കിലും പലതരത്തിലുള്ള പ്രശ്നങ്ങൾ, ബുദ്ധിമുട്ടുകൾ, ദമ്പതികൾ തമ്മിൽ വേർപിരിഞ്ഞ് കഴിയേണ്ട ഒരു അനുഭവമോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യകാരണങ്ങൾ കൊണ്ട് രണ്ടുപേരും രണ്ടിടത്തായി കഴിയേണ്ട കാര്യങ്ങളോ ഒക്കെ പലർക്കും അനുഭവത്തിലുള്ളതാണ്. നിങ്ങളെ സംബന്ധിച്ച് നവംബർ മാസം മുതൽ ശനി നേർരേഖയിൽ സഞ്ചരിക്കുമ്പോൾ ഈ പറഞ്ഞ പ്രയാസങ്ങൾ, പ്രതിസന്ധികൾ ഒക്കെ പൂർണ്ണമായി വിട്ടുമാറും. പ്രത്യേകിച്ചും കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ നിങ്ങൾ അനുഭവിച്ചു വന്നിരുന്ന പല പ്രശ്നങ്ങളിൽ നിന്നുള്ളൊരു മാറ്റമാണ്. ആരോഗ്യപരമായ ബുദ്ധിമുട്ടുകളോ മറ്റു കാര്യങ്ങളോ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് അനുഭവിക്കുന്ന വ്യക്തികളുണ്ടെങ്കിൽ അതിൽ നിന്നൊക്കെ പൂർണ്ണമായിട്ടൊരു മാറ്റമുണ്ടായി നിങ്ങളുടെ ശരീരത്തിനൊരു പുത്തൻ ഉണർവും ഉന്മേഷവും ആരോഗ്യവും വീണ്ടും കിട്ടി സാധാരണ ജീവിതത്തിലേക്ക് തിരിച്ചു വരുവാനുള്ള സമയത്തിൻ്റെ ആരംഭമാണ്. അതുപോലെ ജോലി നഷ്ടപ്പെട്ടവർക്ക് പുതിയ ജോലി ലഭിക്കുക, ബിസിനസ്, തൊഴിൽ സംരംഭങ്ങളിലുണ്ടായിരുന്ന ആ കഷ്ടങ്ങൾ, പരാജയങ്ങളൊക്കെ വിട്ടുമാറി മുന്നോട്ട് പോകുവാൻ സാധിക്കുക, ജീവിതത്തിൽ ഒരുപാട് നന്മകൾ വന്നു ചേരുക. ഈ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ അപ്രതീക്ഷിതമായ ബുദ്ധിമുട്ടുകൾ, ദോഷഫലങ്ങളാണ് അനുഭവിച്ചതെങ്കിൽ നിങ്ങൾ തീരെ പ്രതീക്ഷിക്കാത്ത പലതരത്തിലുള്ള നന്മകൾ, സാമ്പത്തിക നേട്ടങ്ങൾ, ഗുണഫലങ്ങളൊക്കെ ലഭിക്കുന്ന ഒരു കാലത്തിൻ്റെ ആരംഭവുമാണ്. വിവാഹ കാര്യങ്ങളിലുണ്ടായിരുന്ന തടസ്സങ്ങൾ, കാലതാമസങ്ങളൊക്കെ പൂർണ്ണമായിട്ട് വിട്ടുമാറും. നിങ്ങൾ ആഗ്രഹിച്ചതുപോലെ നല്ലൊരു വിവാഹം, മംഗല്യഭാഗ്യം ലഭിക്കുന്ന സമയം, അതായത് നിങ്ങളുടെ ആഗ്രഹങ്ങൾക്ക് അനുസരിച്ച് നല്ലൊരു ജീവിത പങ്കാളി ലഭിക്കുന്ന സമയം. അതുപോലെ വിവാഹം കഴിഞ്ഞ ദമ്പതികളെ സംബന്ധിച്ച് ദാമ്പത്യ കുടുംബജീവിതത്തിലെ പല പ്രശ്നങ്ങളും പൂർണ്ണമായി വിട്ടുമാറി ദാമ്പത്യ കുടുംബജീവിതത്തിൽ സമാധാനം, സുഖം, സന്തോഷം അനുഭവത്തിൽ വരും. ഏതെങ്കിലുമൊക്കെ കാര്യകാരണങ്ങൾ കൊണ്ട് രണ്ടിടങ്ങളിലായിട്ടൊക്കെ കഴിയേണ്ടി വരുന്ന ആ ഒരു ഭാര്യാഭർത്താക്കന്മാരെ സംബന്ധിച്ച് നിങ്ങൾക്ക് ഒരുമിച്ച് ഒരേ ഇടത്ത് കഴിയുവാനുള്ള ഒരു അവസരം, ഒരു ഭാഗ്യമൊക്കെ നിങ്ങളിലേക്ക് വന്നു ചേരും. ഒരു വിവാഹമോചനത്തിൻ്റെ വക്കിൽ വരെ നിൽക്കുന്ന വ്യക്തികളാണെങ്കിൽ പോലും അതിൽ നിന്നൊക്കെ നല്ല മാറ്റം ലഭിക്കുന്ന ഒരു സമയമാണ്. പുനർവിവാഹത്തിന് ശ്രമിക്കുന്ന കർക്കിടകം രാശിയിൽപ്പെട്ട നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീ പുരുഷന്മാരെ സംബന്ധിച്ചും സമയം വളരെ വളരെ അനുകൂലമാണ്. ഇപ്പോൾ ശനിയുടെ നേർരേഖ സഞ്ചാരം ആരംഭിക്കുമ്പോൾ അപ്രതീക്ഷിതമായ ഭാഗ്യാനുഭവങ്ങൾ, നന്മകളാണ് വന്നു ചേരുന്നത്. ഭാഗ്യമെന്ന് പറയുമ്പോൾ അത് തന്നെയാണ് ഈശ്വരാനുഗ്രഹം. അത് ഓരോ വ്യക്തികളെയും സംബന്ധിച്ച് ഓരോ തരത്തിലായിരിക്കും. ചിലർ ആഗ്രഹിച്ച, ഒരുപാട് കാലങ്ങളായി ശ്രമിക്കുന്ന ജോലി ലഭിക്കുന്നത് മൂലം ദാമ്പത്യ കുടുംബ ജീവിതത്തിലെ നല്ല നല്ല മാറ്റങ്ങൾ, ആരോഗ്യപരമായിട്ടുള്ള മുന്നേറ്റങ്ങൾ, സാമ്പത്തിക സ്ഥിരത ലഭിക്കുക, അതായത് കയ്യിൽ വരുന്ന പണം ആ ഒരു സ്ഥിരതയോടുകൂടി വിനിയോഗിക്കാൻ സാധിക്കുക, അനാവശ്യ കടബാധ്യതകൾ, ബുദ്ധിമുട്ടുകളൊക്കെ വിട്ടുമാറുക. അതുപോലെ കഴിഞ്ഞ കാലങ്ങളിൽ ഏതെങ്കിലും ഒരു കേസ്, കോടതി വ്യവഹാരങ്ങളിലേക്ക് ഉൾപ്പെട്ടിട്ടുള്ളവരാണെങ്കിൽ അതിൽ നിന്നൊക്കെ ഒരു മാറ്റമുണ്ടായി ജീവിതം നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്ന ഒരു സമയമാണ്. അതായത് നിങ്ങളുടെ ജീവിതത്തിലെ പലതരത്തിലുള്ള പ്രയാസങ്ങളിൽ നിന്നും പ്രതിസന്ധികളിൽ നിന്നും മാറ്റം എന്നുള്ളതാണ് അതിനർത്ഥം. ഓരോ വ്യക്തികളെ സംബന്ധിച്ച് കർക്കിടകം രാശിയിൽ വരുന്ന പുണർദം, പൂയം, ആയില്യം നക്ഷത്രം ജനിച്ച പലരും പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകളിൽ കൂടെ കടന്നു പോകുന്നവരാണ്. ചിലർക്ക് ഒരു ജോലി ലഭിക്കുവാനുള്ള ബുദ്ധിമുട്ട്, അല്ലെങ്കിൽ ആരോഗ്യ പ്രശ്നങ്ങൾ, കുടുംബത്തിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ, കുട്ടികളുടെ കാര്യത്തിലുള്ള ആശങ്കകൾ, ഇങ്ങനെ ഒരുപാട് അവരുടെ ഭാവിയെപ്പറ്റിയുള്ള ചിന്തകൾ, ഇങ്ങനെ പല കാര്യങ്ങളാണ്. അപ്പോൾ അതിലൊക്കെ ഒരു നല്ല മാറ്റം വന്ന് നല്ലൊരു ജോലിയൊക്കെ ലഭിക്കുവാനും ജീവിതത്തിൽ മുന്നേറുവാനുമൊക്കെയുള്ള ഒരു നല്ല സമയമാണ്. ഇപ്പോൾ ശനി കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി വക്രഗതിയിലായതുകൊണ്ടാണ് ആ ഒരു ഗുണഫലങ്ങൾ ലഭിക്കാതിരുന്നത്. ഇപ്പോൾ ശനി ഭാഗ്യസ്ഥാനത്ത് തന്നെ ആ വക്രഗതി വിട്ടുമാറി നേർരേഖയിൽ സഞ്ചരിക്കുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് നന്മകൾ, നേട്ടങ്ങൾ വന്നു ചേരും. കർക്കിടകം രാശിയിൽ വരുന്ന നക്ഷത്രത്തിൽ ജനിച്ച നിങ്ങൾ ഈ ഒരു സമയം അവരവരുടെ ജനന ജാതകം കൂടെ പരിശോധിച്ച് മുന്നോട്ട് പോകുന്നത് ഉത്തമമായിരിക്കും. ആദിപരാശക്തിയായ അമ്മയുടെ അനുഗ്രഹത്താൽ കർക്കിടകം രാശിയിൽപ്പെട്ട നിങ്ങൾക്കെല്ലാവർക്കും എല്ലാവിധ ഐശ്വര്യങ്ങളും ശനിയുടെ നേർരേഖ സഞ്ചാരം ഓരോരുത്തരുടെയും ജീവിതത്തിൽ നൽകുമാറാകട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു. നന്ദി. ഓം ഭദ്രകാളിയേ നമഃ.
അടുത്തതായി തുലാം രാശിയിൽ വരുന്ന ചിത്തിര, ചോതി, വിശാഖം നക്ഷത്രത്തിൽ ജനിച്ച വ്യക്തികളെ സംബന്ധിച്ച് നിങ്ങൾക്ക് ഏറ്റവും ഉത്തമമായിട്ടുള്ള ഒരു കാലത്തിൻ്റെ ആരംഭമാണ്. അപ്പോൾ ശനി എന്ന് പറയുന്ന ഗ്രഹമാണ് തുലാം രാശിക്കാരെ സംബന്ധിച്ച് ഏറ്റവും അധികം ഈശ്വരാനുഗ്രഹവും സുഖങ്ങളും ഒക്കെ നൽകുന്ന ഒരു ഗ്രഹം. പൂർണ്ണ ശുഭനാണ്. ആ ഗ്രഹം നിങ്ങൾക്ക് 6-ാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന കാലഘട്ടമാണ്. ശനി 6-ൽ സഞ്ചരിക്കുന്ന കാലം. കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി ശനി വക്രഗതിയിലായതുകൊണ്ടാണ് ആ ശനിയുടെ ഗുണഫലങ്ങൾ അത്രമേൽ നിങ്ങളിലേക്ക് ലഭിക്കാതിരുന്നതിന് പ്രധാന കാരണം. ഇപ്പോൾ ശനിയുടെ നേർരേഖ സഞ്ചാരം ആരംഭിക്കുമ്പോൾ 6-ാം ഭാവത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് 6-ാം ഭാവം ഉപജയസ്ഥാനത്തിലെ സർവ്വശ്രേഷ്ഠമായ സ്ഥാനമാണ്. അതിലും 6-ാം ഭാവം രണരോഗ ശത്രുസ്ഥാനത്തെ സൂചിപ്പിക്കുന്ന ഒന്നാണ്. 6-ാം ഭാവത്തിൽ ശനി സഞ്ചരിക്കുന്ന കാലഘട്ടം നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് എല്ലാവിധത്തിലുള്ള നെഗറ്റീവായിട്ടുള്ള എനർജികളും വിട്ടുമാറുന്ന സമയമെന്നുള്ളതാണ്. അതായത് ഒരു മനുഷ്യനെ സംബന്ധിച്ച് ആരോഗ്യപരമായ പ്രശ്നങ്ങൾ, ബുദ്ധിമുട്ടുകൾ, രോഗദുരിതങ്ങൾ, ആശുപത്രിവാസങ്ങളിൽ കൂടെ കടന്നു പോകുന്ന അല്ലെങ്കിൽ അതിനുവേണ്ടിയൊക്കെ പണം ചെലവഴിക്കേണ്ട അനുഭവമുള്ള വ്യക്തിയാണെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളിൽ നിന്ന് പൂർണ്ണമായിട്ട് മോചനം ലഭിച്ച് ശരീരത്തിന് ആരോഗ്യം വീണ്ടും കിട്ടുന്ന സമയം, അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി പണം ചിലവഴിക്കുന്നതൊക്കെ വിട്ടുമാറി നല്ല രീതിയിൽ ജീവിതം മുന്നോട്ട് പോകുന്ന ഒരു കാലഘട്ടത്തിൻ്റെ ആരംഭമാണ്. നടത്തിവരുന്ന ചികിത്സകളൊക്കെ പൂർണ്ണ ഫലത്തിൽ ലഭിച്ച് ശരീരത്തിന് ഒരു സുഖം ലഭിക്കുന്ന സമയം. മാനസികപരമായിട്ടുള്ള വിഷമതകളൊക്കെ വിട്ടുമാറി മനസ്സിനും ശരീരത്തിനും ഒരുപോലെ ഒരു ആശ്വാസം, സമാധാനം, സുഖം വന്നു ചേരും. അതുപോലെ തന്നെ നിങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന എതിർപ്പുകൾ, ശത്രുതകൾ, അനാവശ്യമായിട്ട് മറ്റുള്ളവർ നിങ്ങളെ ഒരു ശത്രുവായിട്ട് കാണുക, അത് കുടുംബ സ്വന്ത ബന്ധങ്ങളിലാകാം, നിങ്ങൾ ജോലി ചെയ്യുന്ന ഇടങ്ങളിലാകാം. നന്മ ചെയ്താലും മറ്റുള്ളവരുടെ ഭാഗത്തുള്ള എതിർപ്പുകൾ, ശത്രുതാ മനോഭാവത്തോടു കൂടിയുള്ള പെരുമാറ്റം, അപ്പോൾ അതൊക്കെ പൂർണ്ണമായിട്ട് നിങ്ങളെ വിട്ടുമാറി നിങ്ങളുടെ കർമ്മമേഖലയിലും സ്വന്തം ബന്ധങ്ങളുടെ ഇടയിലുമൊക്കെ നിങ്ങൾക്ക് നല്ല രീതിയിൽ മുന്നോട്ട് പോകുവാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ മനുഷ്യനെ പിന്നോട്ട് നയിക്കുന്ന ഒന്നാണ് കടബാധ്യതകൾ, സാമ്പത്തിക പ്രയാസങ്ങൾ, പരാധീനതകൾ. ഇതൊക്കെ പൂർണ്ണമായിട്ട് വിട്ടുമാറുക. എത്ര വലിയൊരു സാമ്പത്തിക പ്രയാസങ്ങൾ, പ്രതിസന്ധികളിൽ കൂടെ കടന്നു പോകുന്ന തുലാം രാശിയിൽപ്പെട്ട ഒരു വ്യക്തിയാണെങ്കിലും സ്ത്രീ പുരുഷ ഭേദമന്യേ നിങ്ങൾക്ക് ആ ഒരു സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടിനെ മറികടക്കാൻ തക്ക തരത്തിൽ ഒരു നല്ല വഴി, ജീവിതത്തിൽ ഒരു അവസരം ഒക്കെ തുറന്നു കിട്ടുകയും നിങ്ങളുടെ സാമ്പത്തിക പ്രയാസങ്ങൾ, പ്രതിസന്ധികൾ പൂർണ്ണമായി വിട്ടുമാറുകയും ചെയ്യും. ഏതെങ്കിലും തരത്തിലുള്ള കേസ്, കോടതി വ്യവഹാരങ്ങളിൽ കൂടെ കടന്നു പോകുന്ന വ്യക്തികളുണ്ടെങ്കിൽ അതിലൊക്കെ ഒരു പൂർണ്ണമായിട്ടുള്ള മാറ്റം നിങ്ങളിലേക്ക് വന്നു ചേരും. ഇപ്പോൾ ശനി എന്ന് പറയുന്ന 6-ാം ഭാവമായ രണരോഗ ശത്രുസ്ഥാനത്ത് ഉപജയസ്ഥാനത്ത് സഞ്ചരിക്കുമ്പോൾ, അതും നേർരേഖയിൽ പൂർണ്ണ ബലവാനായി വരുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് ഇങ്ങനെയുള്ള എല്ലാ നെഗറ്റീവുകളും വിട്ടുമാറി ജീവിതം കൂടുതൽ സമാധാനം, സന്തോഷം, സുഖത്തോടു കൂടി മുന്നോട്ട് പോകുവാൻ സാധിക്കും. കഴിഞ്ഞ കുറച്ച് കാലങ്ങളെ സുഖാനുഭവങ്ങൾക്ക് അത്രമേൽ ഒരു കുറവാണ് പലർക്കുമുള്ളത്. നിങ്ങളെ സംബന്ധിച്ച് ആ ഒരു സുഖാനുഭവം വന്നു ചേരും. അതുപോലെ നിങ്ങൾക്ക് ശനി 4-ാം ഭാവത്തിൻ്റെ ആധിപത്യം വഹിക്കുന്ന ഗ്രഹമായതുകൊണ്ട് മാതാവിനെ കൊണ്ട് അപ്രതീക്ഷിതമായ ഗുണഫലങ്ങൾ, നന്മകൾ വന്നു ചേരുക, അല്ലെങ്കിൽ മാതൃസ്ഥാനത്തുള്ള വ്യക്തികളിൽ നിന്ന് നിങ്ങൾക്കൊരു നേട്ടങ്ങൾ ലഭിക്കുന്ന ഒരു കാലഘട്ടം. അതുപോലെ 4-ാം ഭാവം ഗൃഹത്തിനെ കുറിക്കുന്ന ഭാവമായതുകൊണ്ട് ഗൃഹനിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിലൊക്കെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരുണ്ടെങ്കിൽ അതൊക്കെ വിട്ടുമാറുക. ഒരു ഗൃഹനിർമ്മാണം ആരംഭിച്ച് പൂർത്തീകരിക്കാൻ സാധിച്ചില്ല, പകുതി വഴിയിലൊക്കെ മുടങ്ങി നിൽക്കുന്നു, അല്ലെങ്കിൽ അതിന് വേണ്ട പണം കൈകളിലേക്ക് വന്നു ചേരുന്നില്ല എന്നൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പൂർണ്ണമായി വിട്ടുമാറി നിങ്ങളുടെ കൈകളിലേക്ക് ആ ഗൃഹനിർമ്മാണം പൂർത്തീകരിക്കാനുള്ള പണം വന്നു ചേരുക. അങ്ങനെ ഒരു ഗൃഹപ്രവേശം നടത്താൻ വരെ യോഗമുള്ള സമയമാണ് മുന്നോട്ടുള്ളത്. പൂർവികപരമായിട്ട് ലഭിക്കേണ്ട ഭൂമിയോ മറ്റു കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഈ സമയം നിങ്ങളിലേക്ക് വന്നു ചേരും. അതുപോലെ തന്നെ വിവാഹം കഴിഞ്ഞ് കുറച്ചധിക കാലങ്ങളായി ഒരു സന്താന ഭാഗ്യത്തിന് കാത്തിരിക്കുന്ന തുലാം രാശിയിൽപ്പെട്ട ദമ്പതികളുണ്ടെങ്കിൽ ആ സന്താന ഭാഗ്യം ഈശ്വരൻ നൽകുന്ന ഒരു സമയമാണ്. അതുപോലെ തുലാം രാശിയിൽപ്പെട്ട മാതാപിതാക്കളെ സംബന്ധിച്ച് നിങ്ങളുടെ കുട്ടികൾക്ക് നിങ്ങൾ ആഗ്രഹിച്ചതുപോലെ വിദ്യാഭ്യാസം, അതുപോലെ നല്ല ജോലി, അവരാഗ്രഹിച്ച തരത്തിൽ നല്ലൊരു മംഗല്യഭാഗ്യം ഒക്കെ, വിവാഹമൊക്കെ നടക്കുന്ന ഒരു സമയമാണ്. അതുപോലെ തന്നെ സന്താനങ്ങളെ കൊണ്ട് തുലാം രാശിയിൽപ്പെട്ട മാതാപിതാക്കൾക്കും അപ്രതീക്ഷിതമായിട്ടുള്ള നന്മകൾ, ഭാഗ്യാനുഭവങ്ങൾ, സുഖം, സന്തോഷം ഒക്കെ നിങ്ങളുടെ ജീവിതത്തിൽ ലഭിക്കുന്ന ഒരു സമയത്തിൻ്റെ ആരംഭവുമാണ്. അപ്പോൾ ശനി നിങ്ങളെ സംബന്ധിച്ച് ഏറ്റവും അത്യുത്തമമായിട്ടുള്ള ഗുണഫലങ്ങളാണ് തുലാം രാശിയിൽപ്പെട്ട ഓരോ വ്യക്തികൾക്കും, ഓരോ പുരുഷനും സ്ത്രീക്കും ഒക്കെ നിങ്ങളുടെ ജീവിതത്തിൽ നൽകുന്നത്. അത്രമേൽ സുഖാനുഭവങ്ങൾ, നന്മകൾ വന്നു ചേരും. ദാമ്പത്യ കുടുംബജീവിതത്തിലൊക്കെ സൗഖ്യം, സുഖം ഒക്കെ ലഭിക്കുന്ന ഒരു സമയമാണ്. തുലാം രാശിയിൽപ്പെട്ട നിങ്ങൾക്ക് നവംബർ മാസം മുതൽ ശനി നേർരേഖയിൽ സഞ്ചരിക്കുമ്പോൾ ഒരുപാട് വലിയ നേട്ടങ്ങൾ, നന്മകളൊക്കെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ വന്നു ചേരും. ഈ ഒരു സമയം നിങ്ങളുടെ
ജീവിതത്തെപ്പറ്റി കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ അവരവരുടെ സ്വന്തം ജനന ജാതകം കൂടെ പരിശോധിച്ച് മുന്നോട്ട് പോകുന്നത് ഉത്തമമാണ്. ആദിപരാശക്തിയായ അമ്മയുടെ അനുഗ്രഹത്താൽ തുലാം രാശിയിൽ വരുന്ന നക്ഷത്രത്തിൽ ജനിച്ച ഓരോ വ്യക്തികളെയും സംബന്ധിച്ച് നവംബർ മാസം മുതൽ ശനി നേർരേഖയിൽ സഞ്ചരിക്കുമ്പോൾ എല്ലാവിധ ഐശ്വര്യങ്ങളും ഭാഗ്യാനുഭവങ്ങളും നന്മകളും നിങ്ങൾക്ക് ലഭിക്കുമാറാകട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു. നന്ദി. ഓം ഭദ്രകാളിയേ നമഃ. അടുത്തതായി വൃശ്ചികം രാശിയിൽ വരുന്ന വിശാഖം, അനിഴം, തൃക്കേട്ട നക്ഷത്ര ജാതകരുടെ സമയം തെളിയുന്ന ഒരു കാലത്തിൻ്റെ ആരംഭമാണ്. നിങ്ങൾക്ക് ശനി 5-ാം ഭാവമായ പൂർവ്വപുണ്യസ്ഥാനത്ത് സഞ്ചരിക്കുന്ന കാലം. കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി ശനി വക്രഗതിയിലായതിനാലാണ് ആ പൂർവ്വപുണ്യസ്ഥാനത്തിൻ്റെ ആ ഒരു നന്മ ജീവിതത്തിലേക്ക് ലഭിക്കാതിരുന്നത്. പൂർവ്വപുണ്യസ്ഥാനത്തിൻ്റെ ആധിപത്യം വഹിക്കുന്ന ഗ്രഹം വൃശ്ചികം രാശിക്കാരെ സംബന്ധിച്ച് വ്യാഴമാണ്. പൂർണ്ണ ശുഭനാണ്. ധനകാരകനുമാണ് വ്യാഴം. ആ വ്യാഴത്തിൻ്റെ രാശിയായ മീനത്തിലാണ് ശനി സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. നവംബർ മാസം 28-ാം തീയതി ശനി വക്രഗതി വിട്ടുമാറി നേർരേഖയിൽ സഞ്ചരിക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ അപ്രതീക്ഷിതമായ ഒരുപാട് നന്മകൾ, ഗുണങ്ങൾ വന്നു ചേരും. പ്രധാനമായിട്ടും വൃശ്ചികം രാശിക്കാർക്ക് എടുത്തു പറയേണ്ട ഏറ്റവും വലിയ ഗുണമെന്ന് പറയുന്നത് നിങ്ങളുടെ മനസ്സിനെ അലട്ടിയിരുന്ന പലതരത്തിലുള്ള പ്രയാസങ്ങൾ, പ്രതിസന്ധികൾ പൂർണ്ണമായി വിട്ടുമാറുമെന്നുള്ളതാണ്. വൃശ്ചികം രാശിയിൽ വരുന്ന ഓരോ വ്യക്തികളെയും സംബന്ധിച്ച് കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി മനസ്സമാധാനമില്ല എന്ന് പറയുന്നതാണ് സത്യം. മനസ്സിനെ അലട്ടുന്നതായിട്ടുള്ള പല പ്രശ്നങ്ങളാണ് ജീവിതത്തിൽ. പലർക്കും മനസ്സമാധാനക്കുറവുണ്ട്. പക്ഷേ ഓരോരുത്തരും അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ വ്യത്യസ്തമാണ് എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളുടെ മനസ്സിനെ അലട്ടിയിരുന്ന പലതരത്തിലുള്ള പ്രയാസങ്ങൾ, പ്രതിസന്ധികളൊക്കെ പൂർണ്ണമായിട്ട് വിട്ടുമാറി നിങ്ങൾക്കൊരു സമാധാനം, സന്തോഷം കിട്ടുന്ന ഒരു സമയത്തിൻ്റെ ആരംഭമാണ്. മുന്നോട്ട് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്കൊരു ആത്മവിശ്വാസം, ശുഭാപ്തി വിശ്വാസം നൽകുന്ന തരത്തിൽ നല്ല നല്ല ഗുണാനുഭവങ്ങൾ ലഭിക്കുകയും ജീവിതത്തിന് അടിത്തറ നൽകുന്ന തരത്തിൽ നല്ല കാര്യങ്ങൾ സംഭവിക്കുന്ന ഒരു സമയവുമാണ്. കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി വൃശ്ചികം രാശിയിൽപ്പെട്ട പലരും സഹോദരങ്ങളുമായിട്ടൊക്കെ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടായിട്ട് അവരുമായിട്ടൊക്കെ സഹകരിക്കാതെയോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അനുഭവിക്കുന്നവരും ധാരാളമാണ്. അങ്ങനെയുള്ള വൃശ്ചികം രാശിയിൽപ്പെട്ട വിശാഖം, അനിഴം, തൃക്കേട്ട നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് സഹോദരങ്ങളുമായിട്ടുണ്ടായിരുന്ന അഭിപ്രായ വ്യത്യാസങ്ങളോ വാക്കുതർക്കങ്ങളോ അകൽച്ചകളോ ഒക്കെ പൂർണ്ണമായി വിട്ടുമാറി ആ ഒരു സഹോദരങ്ങളുമായിട്ടുള്ള ആ ഒരു ബന്ധമൊക്കെ കൂടുതൽ ദൃഢമാവുക, അവരുമായിട്ടൊക്കെ ഒരുമിച്ച് ചേരാനുള്ള ഒരു ഈശ്വരാനുഗ്രഹം, ഭാഗ്യമൊക്കെ വന്നു ചേരും. പ്രത്യേകിച്ചും എടുത്തു പറയേണ്ടത് ഈ ഒരു കാലഘട്ടത്തിൽ ധനപരമായിട്ടുള്ള ഒരു നേട്ടം, അഭിവൃദ്ധി തീർച്ചയായിട്ടും നിങ്ങൾക്കുണ്ടാകും. നിങ്ങളുടെ ജീവിതത്തിലെ ഒരു നല്ലൊരു കാലഘട്ടത്തിൻ്റെ ആരംഭമാണ്. അപ്രതീക്ഷിതമായി ധനം വന്നു ചേരുന്ന അനുഭവം, സാമ്പത്തികപരമായിട്ട് എത്ര ബുദ്ധിമുട്ടുകളിൽ കൂടെ കടന്നു പോകുന്ന വൃശ്ചികം രാശിയിൽപ്പെട്ട വ്യക്തിയാണെങ്കിലും അതിനൊക്കെ ഒരു മാറ്റമുണ്ടാകും. നിങ്ങളുടെ കൈകളിലേക്ക് പണം വന്നു ചേരും. അതുപോലെ നിങ്ങളുടെ കുടുംബത്തിൽ ഒരു സമാധാനം, സുഖം, സന്തോഷം ലഭിക്കുക, കുടുംബ ബന്ധങ്ങളിലൊക്കെ ഒരു ദൃഢത കൈവരിക, നിങ്ങളുടെ കുടുംബത്തിൽ മംഗളകരമായിട്ടുള്ള കാര്യങ്ങൾ നടക്കുന്ന സമയം. പ്രത്യേകിച്ചും വൃശ്ചികം രാശിയിൽപ്പെട്ട പല വ്യക്തികളുടെയും കുടുംബത്തിൽ ഈ ഒരു നവംബർ മാസത്തിന് ശേഷം മംഗളകരമായിട്ടുള്ള പല കാര്യങ്ങളും, ചിലരെ സംബന്ധിച്ച് ഭൂമിയോഗം, ഗൃഹയോഗം, ഗൃഹപ്രവേശം നടത്തുവാനുള്ള ഭാഗ്യം, അതുപോലെ വിവാഹം പോലെയുള്ള മംഗളകരമായിട്ടുള്ള കാര്യങ്ങൾ, സന്താന ഭാഗ്യം തുടങ്ങിയ നല്ല നല്ല കാര്യങ്ങൾ കുടുംബത്തിൽ സംഭവിക്കുന്ന ഒരു സമയത്തിൻ്റെ ആരംഭമാണ്. ഈശ്വരാനുഗ്രഹം നിങ്ങൾക്ക് ധാരാളമായിട്ട് ലഭിക്കുന്ന സമയം. വൃശ്ചികം രാശിയിൽപ്പെട്ട വ്യക്തികളെ സംബന്ധിച്ച് പറയുമ്പോൾ ഈ ഒരു സമയം നവംബർ മാസം മുതൽ പലർക്കും ഭൂമിയോഗം വളരെ ശക്തമായി കാണുന്ന ഒരു സമയമാണ്. അതായത് പാരമ്പര്യമായിട്ട് ഏതെങ്കിലും ഒരു ഭൂമിയൊക്കെ പിതാവിൻ്റെയോ മാതാവിൻ്റെയോ വഴിയിലൊക്കെ ലഭിക്കാനുണ്ടെങ്കിൽ അത് നിങ്ങളുടെ കൈകളിലേക്ക് വന്നു ചേരുക. അതുപോലെ പലർക്കും ഒരു ഭൂമി വാങ്ങുവാനുള്ള യോഗം ഈ ഒരു സമയത്ത് ഈശ്വരൻ നൽകും. സന്താനങ്ങളുടെ കാര്യത്തിൽ, കുട്ടികളുടെ കാര്യത്തിൽ ഉണ്ടായിരുന്ന ആകുലത, വേവലാതികൾ, ആശങ്കകളൊക്കെ വിട്ടുമാറി നിങ്ങളുടെ സന്താനങ്ങൾക്കും ജീവിതത്തിൽ നല്ല ഉയർച്ച, നന്മകളൊക്കെ ലഭിക്കുന്ന സമയം. കുറച്ചധിക കാലങ്ങളായി സന്താനങ്ങളുമായിട്ടൊക്കെ വേർപിരിഞ്ഞ് കഴിഞ്ഞിരുന്ന മാതാപിതാക്കളാണ് നിങ്ങളെങ്കിൽ ആ കുട്ടികളുമായി, സന്താനങ്ങളുമായി ഒരുമിച്ച് ജീവിക്കാനുള്ള അവസരം, അല്ലെങ്കിൽ അവരുടെ അടുത്തേക്ക് നിങ്ങൾക്ക് പോകുവാൻ പറ്റുന്ന ഒരു കാലത്തിൻ്റെ ആരംഭവുമാണ്. അങ്ങനെയുള്ള ഒരുപാട് നന്മകൾ, നേട്ടങ്ങളൊക്കെ വൃശ്ചികം രാശിക്കാരെ സംബന്ധിച്ച് ഈ ഒരു സമയത്ത് തീർച്ചയായിട്ടും വന്നു ചേരുകയും ചെയ്യും. സഹോദരങ്ങളിൽ നിന്ന് അപ്രതീക്ഷിതമായ ഗുണഫലങ്ങൾ, നേട്ടങ്ങളൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്ന ഒരു സമയത്തിൻ്റെ ആരംഭവുമാണ്. സാമ്പത്തികപരമായിട്ട് നല്ല മാറ്റം, നേട്ടങ്ങൾ വൃശ്ചികം രാശിയിൽപ്പെട്ടവരെ സംബന്ധിച്ച് നിങ്ങൾക്ക് ലഭിക്കും. വൃശ്ചികം രാശിയിൽ ജനിച്ച കുടുംബ സ്ത്രീകളെ സംബന്ധിച്ച് നിങ്ങളുടെ ദാമ്പത്യ കുടുംബ ജീവിതത്തിലും നിങ്ങൾ ആഗ്രഹിച്ചതുപോലെ ഒരു സമാധാനം, സുഖം, സന്തോഷമൊക്കെ ലഭിക്കുന്ന സമയവും, നിങ്ങൾ ആഗ്രഹിച്ചതുപോലെ കുടുംബത്തിലേക്ക് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് സ്വരുക്കൂട്ടാൻ ഒക്കെ വാങ്ങിക്കുവാൻ പറ്റുന്ന ഒരു സമയത്തിൻ്റെ ആരംഭവും, ആ കുടുംബ ദാമ്പത്യ ജീവിതത്തിൽ മനസമാധാനം, സുഖം, സന്തോഷമൊക്കെ ശനീശ്വരൻ നിങ്ങൾക്ക് നൽകുന്ന ഒരു സമയവുമാണ്.
മാനസികമായിട്ടും ശാരീരികമായിട്ടും നിങ്ങളെ അലട്ടിയിരുന്ന പലതരത്തിലുള്ള പ്രയാസങ്ങളും പ്രതിസന്ധികളും വൃശ്ചികം രാശിക്കാർക്ക് പൂർണ്ണമായി വിട്ടുമാറി മനസ്സിനും ശരീരത്തിനും ഒരു സുഖം, സമാധാനം, സന്തോഷം ലഭിക്കും. അതുപോലെ വൃശ്ചികം രാശിയിൽപ്പെട്ട വ്യക്തികളെ സംബന്ധിച്ച് നിങ്ങളുടെ മാതാവിൻ്റെ ആരോഗ്യകാര്യങ്ങളിൽ ഏതെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ട് അല്ലെങ്കിൽ പ്രയാസങ്ങളൊക്കെ അനുഭവിക്കുന്ന വ്യക്തികളാണെങ്കിൽ അതിനൊക്കെ മാറ്റമുണ്ടായി അവരവരുടെ മാതാവിൻ്റെ ആരോഗ്യം പൂർണ്ണമായിട്ട് വീണ്ടും കിട്ടുന്ന സമയത്തിൻ്റെ ആരംഭവുമാണ്. അപ്പോൾ ശനി നിങ്ങൾക്ക് പൂർവ്വപുണ്യസ്ഥാനത്ത് സഞ്ചരിക്കുമ്പോൾ ഈശ്വരാനുഗ്രഹം വന്നു ചേരും. ഈശ്വരാനുഗ്രഹം ഉണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ എന്ത് പ്രയാസങ്ങളും പ്രതിസന്ധികളും ഉണ്ടെങ്കിലും അതിനെയൊക്കെ തരണം ചെയ്ത് മുന്നോട്ട് പോകുവാനും സാധിക്കും. സമയം വളരെ അനുകൂലമാണ്. ഇതിനെ നിങ്ങൾ പ്രയോജനപ്പെടുത്തുക. ഈ ഒരു സമയം വൃശ്ചികം രാശിയിൽപ്പെട്ട ഓരോ വ്യക്തികളും അവരവരുടെ ജനന ജാതകം കൂടെ പരിശോധിച്ച് മുന്നോട്ട് പോകുന്ന ഉത്തമമാണ്. ആദിപരാശക്തിയായ അമ്മയുടെ അനുഗ്രഹത്താൽ വൃശ്ചികം രാശിയിൽപ്പെട്ട ഓരോ വ്യക്തികൾക്കും ശനിയുടെ നേർരേഖ സഞ്ചാരം എല്ലാ നന്മകളും നൽകുന്നതാകുമാറാകട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു. നന്ദി. ഓം ഭദ്രകാളിയേ നമഃ. അടുത്തതായി മകരം രാശിയിൽ വരുന്ന ഉത്രാടം, തിരുവോണം, അവിട്ടം നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് നിങ്ങൾക്ക് വളരെയധികം ഗുണഫലങ്ങൾ നൽകുന്ന രീതിയിലാണ് ശനിയുടെ നേർരേഖ സഞ്ചാരം ആരംഭിക്കുന്നത്. മകരം രാശിക്കാരെ സംബന്ധിച്ച് ശനി എന്ന് പറയുന്നത് നിങ്ങൾക്ക് അത്രമേൽ ശുഭനായിട്ടുള്ള ഗ്രഹമാണ്. അപ്പോൾ മുന്നേറ്റ സ്ഥാനത്ത് ശനി സഞ്ചരിക്കുന്ന കാലഘട്ടമാണ് 3-ാം ഭാവത്തിൽ. ഈ കഴിഞ്ഞ കുറച്ച് കാലങ്ങൾ ശനി വക്രഗതിയിലായതുകൊണ്ടാണ് ആ ശനിയുടേതായിട്ടുള്ളൊരു ഗുണഫലങ്ങൾ, ആ ഒരു സ്ഥിരത നിങ്ങൾക്ക് ലഭിക്കാതിരുന്നത് എന്നുള്ളതാണ്. മുന്നോട്ട് നവംബർ മാസം മുതൽ ആ ശനിയുടെ നേർരേഖ സഞ്ചാരം ആരംഭിക്കുമ്പോൾ നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളുടെ ജീവിതത്തിലും അപ്രതീക്ഷിതമായ മുന്നേറ്റം, ഉയർച്ച, നന്മകളൊക്കെ പലർക്കും വന്നു ചേരും. ശനി എന്ന് പറയുന്ന ഗ്രഹം തന്നെ നിങ്ങൾക്ക് ധനകാരകനായിട്ടുള്ള ഗ്രഹമാണ്. അപ്പോൾ അപ്രതീക്ഷിതമായിട്ടുള്ള ധനനേട്ടങ്ങൾ, ധനലാഭങ്ങൾ വന്നു ചേരുക. എത്ര വലിയ സാമ്പത്തിക പ്രതിസന്ധികളിൽ കൂടെ കടന്നു പോകുന്ന ഒരു മകരം രാശിയിൽപ്പെട്ട വ്യക്തിയാണെങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ നല്ല മാറ്റങ്ങൾ, ഗുണഫലങ്ങൾ, നന്മകളൊക്കെ ശനിയുടെ നേർരേഖ സഞ്ചാരം നൽകും. ശനി നൽകുന്നതൊന്നും ശനി തിരിച്ചെടുക്കില്ല. എല്ലാം സ്ഥിരമായിട്ട് നമ്മുടെ ജീവിതത്തിൽ നിലനിൽക്കുന്നതാണ്. അപ്രതീക്ഷിതമായിട്ടുള്ള ജീവിത മുന്നേറ്റങ്ങൾ നിങ്ങൾക്ക് നൽകുന്ന ഒരു സമയത്തിൻ്റെ ആരംഭവുമാണ്. നിങ്ങൾ ആഗ്രഹിക്കുന്ന ഏത് കാര്യങ്ങളും നിങ്ങൾക്ക് പരിശ്രമിച്ച് നേടിയെടുക്കുവാൻ സാധിക്കുന്ന ഒരു സമയമാണ്. നിങ്ങൾക്ക് മനസ്സിന് തന്നെ ഒരു ആത്മവിശ്വാസം, ശുഭാപ്തി വിശ്വാസം ലഭിക്കുന്ന നല്ല നല്ല അനുഭവങ്ങൾ ഈ ഒരു സമയത്ത് വന്നു ചേരും. മകരം രാശിയിൽപ്പെട്ട വ്യക്തികളെ സംബന്ധിച്ച് 3-ാം ഭാവത്തിൽ ശനി സഞ്ചരിക്കുന്ന കാലഘട്ടം സഹോദരങ്ങളുമായിട്ട് നിലനിൽക്കുന്ന അല്ലെങ്കിൽ ഇപ്പോൾ സഹോദരങ്ങളുമായിട്ട് അഭിപ്രായ വ്യത്യാസങ്ങൾ കൂടെ കടന്നു പോകുന്ന വ്യക്തികൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ വിട്ടുമാറി ആ സഹോദരങ്ങളുമായിട്ടുള്ള ബന്ധത്തിൽ കൂടുതൽ ഒരു ദൃഢത ലഭിക്കുന്ന സമയമാണ്. സഹോദരങ്ങളുമായി ഉണ്ടായിരുന്ന അഭിപ്രായ വ്യത്യാസങ്ങൾ, വാക്കുതർക്കങ്ങളൊക്കെ വിട്ടുമാറി എല്ലാം നല്ല രീതിയിൽ ജീവിതത്തിൽ കൂടപ്പിറപ്പുകളുമായി മുന്നോട്ട് പോകാൻ പറ്റുന്ന ഒരു സമയം. സഹോദരങ്ങളാൽ അപ്രതീക്ഷിതമായ സഹായങ്ങൾ ലഭിക്കുന്ന ഒരു സമയത്തിൻ്റെ ആരംഭവുമാണ്. നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളുടെ മനസ്സിന് തന്നെ നല്ലൊരു സമാധാനം ഒക്കെ ലഭിക്കുന്ന തരത്തിൽ നല്ല നല്ല അനുഭവങ്ങൾ വന്നു ചേരും. മുന്നോട്ടുള്ള നിങ്ങളുടെ ജീവിതത്തിന് അടിത്തറ നൽകുന്ന തരത്തിൽ നല്ല നല്ല കാര്യങ്ങളായിരിക്കും സംഭവിക്കുന്നത്. അതുപോലെ തന്നെ അവരവരുടെ കുടുംബത്തിൽ സന്തോഷം, സമാധാനം, സുഖം ലഭിക്കുന്ന അനുഭവം വന്നു ചേരും. കുടുംബത്തിൽ മംഗളകരമായിട്ടുള്ള പല നല്ല കാര്യങ്ങളും മകരം രാശിക്കാർക്ക് ഈ സമയം വന്നു ചേരും. പലരെയും സംബന്ധിച്ച് സ്വന്തമായ ഭൂമിക്കും ഗൃഹത്തിനും യോഗമുള്ള ഒരു സമയത്തിൻ്റെ ആരംഭമാണ്. ശനി നേർരേഖയിൽ സഞ്ചരിക്കുന്ന കാലം ആരംഭിക്കുമ്പോൾ മുതൽ പലർക്കും സ്വന്തമായി ഭൂമി വാങ്ങുവാനുള്ള യോഗം, ഗൃഹനിർമ്മാണം ആരംഭിക്കുവാനുള്ള യോഗം, ഗൃഹപ്രവേശം നടത്തുവാൻ വരെ ഈ യോഗം വളരെയധികം നൽകുന്ന ഒരു സമയത്തിൻ്റെ ആരംഭമാണ്. അതുപോലെ കുടുംബ സ്വന്തം ബന്ധങ്ങളുടെ ഇടയിൽ നിന്ന് തീരെ പ്രതീക്ഷിക്കാതെ നിങ്ങളുടെ കൈകളിലേക്ക് ഒരു സഹായം, അത് പണം ആ രീതിയിൽ കൈകളിലേക്ക് വന്നു ചേരുന്ന ഒരനുഭവമൊക്കെ ലഭിക്കും. അവരവരുടെ ആഗ്രഹങ്ങൾക്ക് അനുസരിച്ച് പ്രയത്നിച്ചാൽ തീർച്ചയായിട്ടും ഗുണഫലങ്ങൾ ലഭിക്കുന്ന സമയമാണ്. ശനി എന്ന് പറയുന്ന ഗ്രഹം തന്നെ പ്രപഞ്ചത്തിൻ്റെ കർമ്മകാരകനായ ഗ്രഹമാണ്. അതുപോലെ ആയുൾകാരകനായ ഗ്രഹവുമാണ്. കർമ്മസംബന്ധം ചെയ്യുന്ന ജോലി, തൊഴിൽ സംബന്ധമായിട്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന മകരം രാശിയിൽപ്പെട്ട വ്യക്തികളുണ്ടെങ്കിൽ അതൊക്കെ പൂർണ്ണമായി വിട്ടുമാറി നിങ്ങൾക്ക് ജോലി ഇല്ലാത്തവർക്ക് ജോലി ലഭിക്കുന്ന കാലഘട്ടം, ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിയിൽ വളരെ നല്ല മുന്നേറ്റം ലഭിക്കുന്ന സമയം, വിദേശ ജോലി ഭാഗ്യം ലഭിക്കുന്ന ഒരു കാലഘട്ടം, സ്വന്തമായി തൊഴിൽ, ബിസിനസ്സൊക്കെ ചെയ്യുന്ന വ്യക്തികൾക്ക് അതിലൊക്കെ ധാരാളം ധനനേട്ടങ്ങൾ, ലാഭങ്ങൾ, ഉയർച്ചകൾ വന്നു ചേരുന്ന ഒരു സമയത്തിൻ്റെ ആരംഭമാണ്. ശനി ആയുസ്സിനെ കുറിക്കുന്ന ഗ്രഹമായതുകൊണ്ട് ആയുരാരോഗ്യ സൗഖ്യങ്ങളും ഈ ഒരു കാലഘട്ടങ്ങളിൽ നിങ്ങൾക്ക് വന്നു ചേരുകയും ചെയ്യും. ആരോഗ്യപരമായ പ്രതിസന്ധികൾ, ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവിക്കുന്നവരുണ്ടെങ്കിൽ അതിൽ നിന്ന് പൂർണ്ണമായിട്ടുള്ളൊരു മോചനം, മാറ്റം ലഭിച്ച് നിങ്ങളുടെ ശരീരത്തിന് തന്നെ ആ ഒരു ആരോഗ്യം വീണ്ടും കിട്ടി ജീവിതത്തിൽ നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ പറ്റുന്ന സമയമാണ്.
നിങ്ങൾ ഇറങ്ങിത്തിരിക്കുന്ന എല്ലാ കാര്യങ്ങൾക്കും വളരെയധികം ഗുണഫലങ്ങൾ, മാറ്റങ്ങളൊക്കെ വന്നു ചേരും. നിങ്ങൾ പരിശ്രമിച്ചാൽ പരിശ്രമത്തിനനുസരിച്ച് വളരെ നല്ല ഗുണഫലങ്ങൾ, നേട്ടങ്ങളൊക്കെ ലഭിക്കുന്ന സമയത്തിൻ്റെ ആരംഭവുമാണ്. അപ്രതീക്ഷിതമായിട്ടുള്ള യാത്രകൾ അനുഭവത്തിൽ വരാം. അതുപോലെ ശുഭകരമായിട്ടുള്ള ചിലവുകൾ ഒക്കെ ഈ ഒരു സമയത്ത് പലർക്കും അനുഭവത്തിൽ വരാം. പലരെയും സംബന്ധിച്ച് ആഗ്രഹിച്ച പല കാര്യങ്ങളും ജീവിതത്തിൽ നിങ്ങൾക്ക് ലഭിക്കുന്ന ഒരു സമയത്തിൻ്റെ ആരംഭവുമായിരിക്കും ഇത്. ശനി നേർരേഖയിൽ സഞ്ചരിക്കുന്ന കാലഘട്ടം മകരം രാശിക്കാരുടെ ജീവിതത്തിൽ പകുതി വഴിയിൽ നിന്ന് പോയിരുന്ന പല കാര്യങ്ങളും, പല തടസ്സങ്ങൾ കൊണ്ട് പൂർണ്ണമാക്കാൻ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ സാധിക്കാത്ത പല കാര്യങ്ങളും പുനരാരംഭിച്ച് പൂർത്തീകരിക്കാൻ സാധിക്കുന്ന ഒരു സമയമാണ്. കർമ്മസംബന്ധമായിട്ടൊക്കെ നല്ല മാറ്റം ശനി നൽകും. ശനി നിങ്ങളെ തന്നെ കുറിക്കുന്ന ഗ്രഹമായതുകൊണ്ട് നിങ്ങളുടെ മനസ്സിലെ ആഗ്രഹങ്ങൾ, ഓരോ വ്യക്തികളെയും സംബന്ധിച്ച് ജീവിതത്തിലെ ആഗ്രഹങ്ങൾ വ്യത്യാസപ്പെട്ടിരിക്കും. നിങ്ങളുടെ ആഗ്രഹങ്ങൾക്കനുസരിച്ചൊരു മുന്നേറ്റം നൽകുക, ആഗ്രഹങ്ങൾക്കനുസരിച്ച് പ്രയത്നിച്ചാൽ, പരിശ്രമിച്ചാൽ, ഒരു 10% പ്രയത്നിച്ചാൽ 100% ഫലം ലഭിക്കുന്ന അനുഭവം അത് ശനീശ്വരൻ നൽകും. ഇറങ്ങിത്തിരിക്കുന്ന കാര്യങ്ങൾക്കൊക്കെ നിങ്ങൾക്ക് പൂർണ്ണ ഒരു ഫലപ്രാപ്തി ലഭിക്കുന്ന സമയമാണ്. അതുപോലെ നിങ്ങളുടെ വാക്കിന് തന്നെ മറ്റുള്ളവരുടെ ഇടയിൽ ഒരു മതിപ്പും വിലയുമൊക്കെ ലഭിക്കുന്ന ഒരു സമയവും. എല്ലാം കൊണ്ടും വളരെ ഉത്തമമായിട്ടുള്ളൊരു സമയമാണ് മകരം രാശിക്കാരെ സംബന്ധിച്ചും ആരംഭിക്കുവാനായിട്ട് പോകുന്നത്. നിങ്ങൾക്ക് അത്രമേൽ മനസ്സമാധാനം, സുഖം, സന്തോഷമൊക്കെ ആ ശനീശ്വരൻ നൽകും. മനസ്സിനെ അലട്ടിയിരുന്ന അല്ലെങ്കിൽ മനസ്സിനെ വിഷമിപ്പിച്ചിരുന്ന പല കാര്യങ്ങളും വിട്ടുമാറി അത്രമേൽ ആത്മവിശ്വാസത്തോടെ, ശുഭാപ്തി വിശ്വാസത്തോടു കൂടി ഓരോ വ്യക്തികൾക്കും മുന്നോട്ട് പോകുവാൻ സാധിക്കുകയും ചെയ്യും. ഈ ഒരു സമയത്തെ നിങ്ങൾ പൂർണ്ണമായിട്ട് പ്രയോജനപ്പെടുത്തുക. ഈ ഒരു സമയം മകരം രാശിയിൽപ്പെട്ട ഓരോ വ്യക്തികളും അവരവരുടെ ജനന ജാതകം കൂടെ പരിശോധിച്ച് മുന്നോട്ട് പോകുന്ന ഉത്തമമായിരിക്കും. ആദിപരാശക്തിയായ അമ്മയുടെ അനുഗ്രഹത്താൽ മകരം രാശിയിൽപ്പെട്ട നിങ്ങൾക്കെല്ലാവർക്കും ഈ ഒരു ശനിയുടെ നേർരേഖ സഞ്ചാരം എല്ലാവിധ ഐശ്വര്യങ്ങളും നൽകുന്നതാകുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നന്ദി.